എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ മുടി കൊഴിച്ചിലൊക്കെ എങ്ങനെ നിർത്താമെന്നുള്ള കുറച്ച് ടിപ്സുമായിട്ടാണ് കേട്ടോ. കുറച്ച് കൊറിയൻ രീതിയിലുണ്ട്, അല്ലാത്ത രീതിയിലും നമ്മുടേതായ രീതിയിലും ഒക്കെയുള്ള കുറച്ച് പൊടിക്കൈകളുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ആയിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ആദ്യമേ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ മാറാൻ വേണ്ടിയിട്ട് നന്നായി ഹെയർ മസാജ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മുടെ ഹെയർ നന്നായിട്ട് മസാജ് ചെയ്യുന്നത് കൊണ്ട് ഗുണം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ കൊഴിയാനായിട്ട് വളരെ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ രക്തയോട്ടം കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പ്രത്യേകിച്ച് നമ്മുടെ സ്കാൽപ്പാണ് കേട്ടോ മസാജ് ചെയ്യേണ്ടത്. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണല്ലോ. പിന്നെ മുടി നല്ല ആരോഗ്യപരമായിട്ട് നല്ല തഴച്ച് വളരാനായിട്ട് ഈ മസാജിലൂടെ നമുക്ക് സാധിക്കും. രണ്ടാമത്തെ ടിപ്പെന്ന് പറയുന്നത് കൊറിയക്കാരുടെ ടിപ്പാണ് കേട്ടോ. കൊറിയക്കാർ ചെയ്യുന്ന ഒരു ടിപ്പാണ്. അതായത് അരി കുതിർത്ത് വെച്ച വെള്ളം യൂസ് ചെയ്ത് മുടി കഴുകിയിട്ടുണ്ടെങ്കിൽ മുടിക്ക് നല്ല തിളക്കവും നല്ല കട്ടിയോടുകൂടി മുടി വളരുകയും ചെയ്യുന്നതായിരിക്കും. അതോടൊപ്പം മുടി പൊട്ടുന്നതും മുടി കൊഴിയുന്നതുമൊക്കെ കുറയ്ക്കാനായിട്ട് ഈ അരി കഴുകിയ വെള്ളം നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ മുടിയെ വല്ലാതെ അത് ഹെൽപ്പ് ചെയ്യുന്നതാണ് കേട്ടോ. ജിൻസങ് എന്ന് പറയുന്ന ഒരു ടിപ്പാണ് കേട്ടോ. ഈ ജിൻസങ് എന്ന് പറയുന്ന ഈ ടിപ്പെന്ന് പറയുന്നത് കൊറിയൻ രീതിയിലുള്ള മുടി സംരക്ഷണ വിദ്യയാണ്. ഇത് നമ്മുടെ മുടിയിനെയൊക്കെ ഭയങ്കരമായിട്ട് മുടിയുടെ വേരുകളെ നല്ല കട്ടിയോട് കൂടിയിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് ഈ ജിൻസങ് എന്ന് പറയുന്നത് വളരെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അടുത്തതായിട്ട് ഷാമ്പു ആണ്. ഷാമ്പു ഉപയോഗിക്കുമ്പോൾ ഒരുപാട് കെമിക്കലൊന്നും അടങ്ങാത്ത സൾഫേറ്റ് അടങ്ങിയ ഷാമ്പു ഒക്കെ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ അടുത്തൊരു ടിപ്പെന്ന് പറയുന്നത് ഗ്രീൻ ടീ ആണ്. ഗ്രീൻ ടീ എന്ന് പറയുന്നത് ആൻറ്റി ഓക്സിഡൻറ്റുകൾ അതിസമ്പന്നമായി അടങ്ങിയിരിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിച്ച് മുടി കഴുകുകയാണെങ്കിൽ മുടിയുടെ കൊഴിച്ചിലൊക്കെ നന്നായിട്ട് മാറാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ് ഈ ഗ്രീൻ ടീ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒന്നാണ് മുടി വെട്ടുക എന്നത്. നമ്മൾ നമ്മുടെ മുടിയുടെ അറ്റം ഇടയ്ക്കിടെ കട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മുടി നന്നായിട്ട് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ മുടിയുടെ അറ്റമൊക്കെ പൊട്ടിപ്പോകുന്നതൊക്കെ കുറയ്ക്കാനായിട്ടും ഒക്കെ ഹെൽപ്പ് ചെയ്യും. വളരെ സഹായിക്കുന്ന ഒന്നാണ് മുടിയുടെ അറ്റം ഇടയ്ക്കിടയ്ക്ക് വെട്ടി കൊടുത്തിട്ടുണ്ടെങ്കിൽ. അടുത്തതായിട്ട് കറ്റാർവാഴയാണ്. കറ്റാർവാഴയുടെ ജെല്ല് നമ്മുടെ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മുടിയുടെ ഘടന തന്നെ മാറ്റാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടി കൊഴിച്ചിൽ കുറയ്ക്കാനായിട്ട് നമ്മളെ വളരെയധികം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ഈ കറ്റാർവാഴ എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യുന്നതും നമ്മുടെ തലമുടിക്കും സ്കാൽപ്പിനും ഒക്കെ വളരെ നല്ലതായിരിക്കും. അടുത്തതായിട്ട് സവോളയാണ്. സവാളയുടെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സവോളയ്ക്കകത്ത് ഒരുപാട് സൾഫർ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നീര് നമ്മുടെ തലയിൽ പുരട്ടിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കാൽപ്പിൽ ഹെയറിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുടി നല്ലതായിട്ട് തഴച്ച് വളരാനും അതുപോലെ തന്നെ നമ്മുടെ മുടി കൊഴിയാതിരിക്കാൻ വേണ്ടിയിട്ടുമൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സവാളയുടെ നീര് നമ്മുടെ സ്കാൽപ്പിൽ പുരട്ടിയിട്ടുണ്ടെങ്കിൽ വേറൊരു ഗുണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹെയറിൽ കൊളാജൻ ഉൽപ്പാദനം. അടുത്തതായിട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുട്ടയാണ്. മുട്ടയ്ക്കകത്ത് ധാരാളം പ്രോട്ടീനുകൾ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് മുട്ടയുടെ വെള്ളം നമ്മുടെ തലയിലൊക്കെ തേച്ചിട്ടുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുടി കൊഴിച്ചിൽ തടയാനായിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഈ മുട്ടയുടെ വെള്ളം എന്ന് പറയുന്നത്. പിന്നെ അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ തന്നെ നമുക്ക് തന്നെ ഇവിടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ട്രീറ്റ്മെൻ്റ് എന്ന് പറയുന്നത് ഈ താളി എന്ന് പറയുന്നുണ്ട്. ചെമ്പരത്തിയുടെ ഇല പൂവൊക്കെ ഒരു കല്ലിലിട്ടോ അല്ലെങ്കിൽ മിക്സിയുടെ ജാറിലൊക്കെ ഇട്ട് അരച്ച് അത് അരിച്ചെടുക്കണം. അത് ഒരു വെള്ള തുണിയിൽ കെട്ടി അരിച്ച് എടുത്തതിന് ശേഷം അത് നമുക്ക് ഇടയ്ക്ക് ആഴ്ചയിൽ അല്ലെങ്കിൽ 2 ആഴ്ച കൂടുമ്പോൾ ഒക്കെ ചെയ്യുന്നത് നമ്മുടെ മുടിയിൽ താരനകറ്റാനും നമ്മുടെ മുടി നല്ല കട്ടിയിൽ നല്ല ഭംഗിയായിട്ട് വളരാൻ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ എൻ്റെ അമ്മയുടെ അമ്മ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ളതാണ്. ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ ഞങ്ങൾക്ക് ചെയ്തു തന്നിട്ടുള്ള ഒരു ടിപ്പാണ്. അതായത് കറ്റാർവാഴയുടെ പോള, പിന്നെ അതുപോലെ തന്നെ നല്ല ശുദ്ധമായ വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഒരു കുപ്പിയിൽ ഇട്ട് അടച്ച് നന്നായിട്ട് ടൈറ്റിൽ മുറുക്കി കെട്ടിയതിന് ശേഷം
ഇത് മണ്ണിനടിയിൽ ഒരാഴ്ചയോളം അല്ലെങ്കിൽ 2 ആഴ്ചയോളം കുഴിച്ചിട്ടിട്ട് അപ്പോൾ ആ ഒരു മണ്ണിൻ്റെ അടിയിൽ ആ തണുപ്പൊക്കെ കിട്ടി ഇത് ഭയങ്കരമായിട്ട് ആ ഒരു രണ്ടും കൂടെ മിക്സ് ചെയ്ത് ഭയങ്കര ഒരു ഇതാകും. ഇതിന് മണം എന്ന് പറയുന്നത് ഒരു ഭയങ്കര വൃത്തികെട്ട മണമാണ്. പക്ഷേ എന്നാലും ഈ മണം ഒക്കെ സഹിച്ച് അത് തലയിലൊക്കെ പുരട്ടിയാൽ ഇത് ആഴ്ചയിൽ 1 പുരട്ടിയാലും മതി. വളരെ നല്ലൊരു എണ്ണയാണ്. നല്ല രീതിയിൽ മുടി നല്ല രീതിയിൽ തഴച്ച് വളരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മുടി ഒരുപാട് അങ്ങനെ പെട്ടെന്നൊന്നും നരയ്ക്കത്തൊന്നുമില്ല ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ മുടി കൊഴിച്ചിൽ നിർത്താൻ വേണ്ടിയിട്ട് ഉള്ള കുറച്ച് ടിപ്പുകളാണ് ഞാനിവിടെ പറഞ്ഞത്. ഇതെല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.